ഞാൻ വീണ്ടും വന്നു ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു കേക്കാണ്. ഓറിയോ ബിസ്ക്കറ്റ് കൂടാതെ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ റെഡിയാക്കുന്നത് പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഒരു കുക്കറിലാണ്. അപ്പോൾ ആദ്യം തന്നെ കുക്കർ നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊന്ന് ലെവൽ ചെയ്യുക. കുക്കറൊന്ന് അനക്കി കൊടുത്താൽ മതിയോ. അപ്പോൾ ഉപ്പ് ഞാനൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു റിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിച്ച് പാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് മൂടി വയ്ക്കാം. മൂടി വയ്ക്കുമ്പോൾ വിസിലില്ലാതെയാണ് നമ്മൾ മൂടി വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ വിസിലില്ലാതെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഹീറ്റായി വരുമ്പോഴേക്കും നമുക്ക് കേക്കിനുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് ആകെ ഇത്രയും കാര്യങ്ങളുടെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഓറിയോയുടെ ബിസ്ക്കറ്റ് 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. വലിയ 2 പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഒരു 1/2 കപ്പ് ഐസിങ് ഷുഗർ വേണം, പൊടിച്ച പഞ്ചസാര. പിന്നെ ഒരു 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പാല് റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം കേട്ടോ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ പൊടിച്ചിട്ട് ഒരു ബൗളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പാല് അല്പാൽപ്പായിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അല്പാൽപ്പായിട്ട് പാലൊഴിച്ച് കൊടുത്ത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാനിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലോട്ട് കുറച്ച് ബട്ടറോ ഓയിലോ തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാത്രത്തിൽ ഞാൻ കുറച്ച് ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ പാനിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ എല്ലാം കൂടെ ഞാൻ ഈ പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കാം. അപ്പം ഒന്ന് ലെവലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുക്കറിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കുക്കർ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൻ്റെ പാത്രം വെച്ച് കൊടുക്കാം. കുക്കർ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ച് വേണം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് സെൻറ്ററിലാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുക്കറിൽ നമ്മുടെ ബാറ്ററിൻ്റെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. വീണ്ടും നമ്മൾ വിസിലിടാതെ തന്നെയാണ് കുക്കർ വെക്കുന്നത്. ഒരു 30 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇനി 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം ആയിട്ടുണ്ടോയെന്ന്. അപ്പോൾ ടൂത്ത് പിക്ക് ക്ലിയറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ കേക്കിൻ്റെ പാൻ ഒന്ന് മാറ്റി പുറത്തോട്ട് വയ്ക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്ക് അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറിയപ്പോൾ കേക്ക് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ 2 ബിസ്ക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷയോ വിപ്പിംഗ് ക്രീമോ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെറും 3 ഇൻഗ്രീഡിയൻസ് മതി ബിസ്ക്കറ്റ് കൂടാതെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ, വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.